സമൂഹ മാധ്യമത്തിലെ ഇന്നത്തെ പരിഹാസ കഥാപാത്രം മലയാള മനോരമയാണ്. പുതിയ വരിക്കാരെ ചേർക്കുന്നതിനായി അവർ നൽകിയ പരസ്യമാണ് പ്രധാന കാരണം. സത്യം രാവിലെ അറിയാമെന്ന ടാഗ്ലൈനോടെ പത്രത്തിന്റെ ഒന്നാം പേജിൽ അച്ചടിച്ചു വന്ന പരസ്യത്തിനെ പരിഹസിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ മഴ പെയ്യുകയാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച നുണപത്രം പരസ്യത്തിന് നൽകിയ ടാഗ്ലൈൻ തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. ഒപ്പം മനോരമയുടെ തന്നെ ഓൺലൈൻ TV മാധ്യമങ്ങളെ പരസ്യത്തിലൂടെ മനോരമ വിമർശിക്കുന്നുവെന്നും സോഷ്യൽ മീഡിയ പറയുന്നു. ഈ ട്രോളുകളെ എല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് മലയാള മനോരമ ഇന്നത്തെ പത്രവും പുറത്തിറക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ED ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട അഴിമതി കേസ്. BJPയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെയും നേതാക്കൾക്കെതിരെയും നിരന്തരം കള്ളക്കേസുകൾ സൃഷ്ടിച്ച ED നടപടി ആഘോഷിച്ച മനോരമ ED ഉദ്യോഗസ്ഥർക്കെതിരായ അഴിമതി കേസ് കണ്ടില്ലെന്ന മട്ടാണ്. മനോരമയുടെ പല എഡിഷനുകളിലെയും ഉൾപേജുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പോലും EDക്കെതിരായ ഒരു വാർത്ത പോലും കാണാൻ സാധിക്കില്ല. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം ED രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം പല മടങ്ങ് വർദ്ധിച്ചെങ്കിലും പലതും BJPക്കും ഇടനിലക്കാർക്കും പണമുണ്ടാക്കാനുള്ളവയാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഈ ആരോപണം ശരിവെക്കുന്നതാണ് കൊച്ചിയിൽ ED ഉന്നത ഉദ്യോഗസ്ഥനടക്കം പ്രതിയായ അഴിമതി കേസ്. കൊട്ടാരക്കരയിലെ കശുവണ്ടി വ്യവസായി നൽകിയ പരാതിയിൽ ED അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തിട്ടുണ്ട്. ഇതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കളുടെ പങ്ക് മറച്ചുവെച്ച് റിപ്പോർട്ട് നൽകിയത് എന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നു. ED ഉദ്യോഗസ്ഥർ തന്നെയും ഭാര്യയും വിളിച്ചു വരുത്തി വിവസ്ത്രരാക്കി ചോദ്യം ചെയ്തു എന്ന ഗുരുതരാരോപണം മറ്റൊരു കേസിലെ പ്രതി ഉയർത്തിയിട്ടുമുണ്ട്. ഈ ആരോപണങ്ങളും വസ്തുതകളും എല്ലാം നിലനിൽക്കുകയാണ് ഇവയെല്ലാം മറന്നുകൊണ്ടുള്ള മനോരമയുടെ BJP ED സ്നേഹം. മലയാള മനോരമയെ UDF പത്രമെന്നാണ് കാലങ്ങളായി ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ആ വിളി കേട്ടുമടുത്തതുകൊണ്ടും കോൺഗ്രസിന് രാജ്യത്തും സംസ്ഥാനത്തും അഡ്രസ്സിലായി മാറുന്നതും കൊണ്ടാവണം മനോരമക്കാർ തങ്ങളുടെ വിശേഷണത്തെ BJPയോട് ചേർത്തെഴുതാൻ വ്യഗ്രതപ്പെടുന്നത്.